ആ വരങ്ങൊക്കെ വെച്ചിട്ടുണ്ടല്ലേ. ഒരുപാട് ദിവസത്തെ ആഗ്രഹമായിരുന്നു ഒരു വലിയ മീൻ വാങ്ങി അതിനെ റെഡിയാക്കി എടുക്കുക എന്നത്. അതുകൊണ്ട് ഞാനും കിഷോറും കൂടി രാവിലെ തന്നെ നെട്ട ഡാമിൽ ലേലം വിളിച്ച് മീൻ ലേലം വിളിച്ചെടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ രാവിലെ നമ്മൾ ഡാമിൽ മീൻ വാങ്ങാൻ വന്ന് മീൻ കിട്ടിയില്ല. അപ്പോൾ അടുത്ത അതാണ് ചായ കുടിക്കാൻ വന്നു രാവിലെ. അപ്പോൾ ഇനി അടുത്ത സ്പോട്ടിൽ പോയി നോക്കാം. അപ്പം നമ്മുടെ മീന് ഇതാണ് നമ്മുടെ മുതല്. 10 കിലോ വരുന്ന സാധനമാണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ക്ലീൻ ചെയ്ത് വാങ്ങിക്കാം. ഇവിടെ നിന്ന് ക്ലീൻ ചെയ്ത് വാങ്ങിച്ചിട്ട് നമുക്ക് കൊണ്ടുപോയി ഗ്രില്ല് ചെയ്യാം. ഓക്കെ അപ്പോൾ ക്ലീൻ ചെയ്യാൻ പോവാം. അപ്പോ മരിച്ചിട്ട് എങ്ങനെയാ കിലോ? 40. എത്ര രൂപ വേണം? ഒരു 3 കിലോ. 3 കിലോ കൊടുക്കും. അതാ കടന്നു വരുന്നു എവിടെ? മീന് ക്ലീൻ ചെയ്ത് വാങ്ങിച്ചു. ഇനി കഴുകി മീൻ മുട്ട പോയത് കവർ മാറ്റി. അപ്പൊ ചെറിയ മീനല്ലേ? ചെറിയ മീനായി. വളരെ ചെറിയ മീൻ നോക്കി വളരെ ചെറിയ മീൻ നോക്കിയാണ് ഞങ്ങൾ വാങ്ങിട്ട് വന്നത്. വളരെ മോശം. ഉപ്പെടുത്തിട്ട് ഇങ്ങനെ വേറെ കല്ലുപ്പുണ്ടാ? കല്ലുപ്പില്ല. അത് നല്ല വൃത്തിക്ക് തോന്നി. അകത്തെ കത്തി എടുത്തോ? അകത്തെന്തോ ചെറിയ കത്തിയാ ഉണ്ടെന്ന് പറഞ്ഞു. പരത്തി പോയി ഇങ്ങനെ തുറന്നു വെക്കാനാ? തുറന്നു പോയി തുറക്ക്. ഓ ഇങ്ങനെ ആക്കി വെച്ചിരിക്കണല്ലേ? അങ്ങനെ നമ്മുടെ മീനിനെ കഴുകി എടുക്കുകയാണ് അല്ലേ? കിണ്ണവിടെ പോയി കിടത്തി ആവശ്യമുള്ള എടുത്താൽ പോയി. മഞ്ഞപ്പൊടി, ഉപ്പ്, പരലുപ്പില്ല, അതുകൊണ്ട് പൊടി ഉപ്പല്ലേ. മുള്ളുണ്ട്. ഇങ്ങനെയൊക്കെ അതിനകത്ത് മഞ്ഞപ്പൊടി ഇട്ട് കഴുകുമോ? നമ്മളാണ് ഇപ്പഴും ചെള്ളൊക്കെ എടുക്കാൻ നിന്നെങ്കിലാ. അതന്നെ. അപ്പൊ മീനിനെ കഴുകി എടുത്തല്ലേ? യെസ്. അപ്പൊ മീൻ കഴുകി റെഡി ആക്കിയിട്ടുണ്ട്. ഇനി മസാലയൊക്കെ തേച്ച് വെക്കുന്നുണ്ട്. തേച്ച് വെച്ചതിന് ശേഷം ബാക്കി കലാപരിപാടിയിലേക്ക് പോകാം. പക്ഷേ നമ്മൾ ഗ്രില്ല് വാങ്ങിക്കാൻ പോയിട്ട് വരും. കപ്പ എടുത്ത് ആ ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടുണ്ടായി. നമ്മൾ പോയി ഗ്രില്ലൊക്കെ വാങ്ങിയിട്ട് വരാം. ആ സമയം കൊണ്ട് നിങ്ങൾ ഇതിന് മസാല തേച്ച് വെക്കുക. ഓക്കെ ഓക്കെ ബൈ. പോയിട്ട് വരാം. അങ്ങനെ കൈ മുറിഞ്ഞു. ഇത് കട്ട് ചെയ്ത് തന്നെ നോക്കിയെടുക്കാറ് ഞാൻ തന്നെ കട്ട് ചെയ്ത് തന്നിട്ട് ഞാൻ അടുത്ത് ബാക്കി കൊണ്ടുപോയി. അയാളെ കൈ ഇവിടെ ഇങ്ങനെ കയറിക്കൊണ്ടിട്ട് ഷാർപ്പ് വീഡിയോ കണ്ടോ? ഫോൺ നല്ലായിരിക്കും. അപ്പൊ നമ്മുടെ ഗ്രില്ലിന്റെ സെറ്റപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പണ്ടാരടുപ്പിൽ തീ കൊടുത്തത് തന്ത്രി ഷാനു. മൂലം തിരുന്നോ ഷാനു കാണിച്ചു. ഓക്കെ അപ്പൊ അടുത്ത് ഗ്രില്ല് കഴുകി എടുക്കണം. ഗ്രില്ല് കഴുകി എടുക്കുന്നുണ്ട്. കിഷോർ തീ കൊളുത്തിരിക്കുകയാണ്. തീ അണങ്ങിയിരിക്കുന്നു. അല്ല അണങ്ങില്ല. ഓക്കെ കത്തി വരട്ടെ. അങ്ങനെ മന്ത്രം ചൊല്ലിയായിരുന്നു, കിട്ടിയില്ല. പ്ലാസ്റ്റിക് ഒന്നും കത്തിച്ചൂടാ. അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കത്തിച്ചൂടാ. സെയിലാക്കണായിരിക്കല്ലേ കരി 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 കരി. ചൂട്ട് വെക്കണം ഇപ്പം. യെസ് അങ്ങനെ തീ കത്തി. വലുത് ഇത് മതിയാവല്ലോ? ആണോ? ആ കനലാക്കി വെച്ചല്ലേ? ആ ശരി. ഇനി ഗ്രില്ലൂടെ സെറ്റ് ചെയ്ത് മീൻ സെറ്റ് ചെയ്യാണ്. ഇതിനകത്ത് ഗ്രില്ല് കഴുകി എടുത്തിട്ടുണ്ട്.
മീനെടുക്കോ. കൊച്ചിനെ കൊണ്ടുവരുന്നുണ്ട്. എവിടെ കിടത്തണം? ആ അതിന് കിടത്തിക്കോ. ഇവിടെ കിടത്താനാ? കിടന്നുറങ്ങ്. ഇല മാറ്റി. ഓ കട്ട് ചെയ്ത് തന്നെ അങ്ങോട്ട് പറിച്ചാൽ മതി. യെസ്. ആ ഇല മാറ്റിയിട്ട് വെക്കാം. എന്തത് ആ ഇല വെക്കാൻ പറ്റില്ല അതിനകത്ത്. ഇല മാറ്റണം. ആ മസാല എടുത്ത് പോയി വെക്കാൻ കണക്കിന് വെച്ചോ. ആ മസാല മാറ്റി വെച്ചോ. ആ മസാല അതിൻ്റെ പുറത്തോടെ വെച്ചാണ്. ആ അപ്പോൾ പിന്നെ ഇത് വേണ്ട, മതി. ആ മസാല എടുത്താൽ മതി. ഇങ്ങനെ അല്ല തിരിച്ച് നല്ല പാക്ക് ചെയ്യണ കാണാൻ രസമുള്ളൂ. ഇല മാറ്റിക്കോ. യെസ്. ആ വരങ്ങൊക്കെ വെച്ചിട്ടുണ്ടല്ലേ. വരങ്ങി ഒരു മണിക്കൂർ മസാല പിടിക്കാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇല്ല മീൻ നമ്മളിതാ കുക്ക് ചെയ്യാൻ പോകുന്നു, ഗ്രില്ല് ചെയ്യാൻ പോകുന്നു മീൻ. ആ അതാണ്. കുഴപ്പമില്ല, ഒന്നും ചെയ്യില്ല. ഓക്കെ കെട്ടി സെറ്റ് ആക്കിയിട്ട് കാണാം. ഓക്കെ മസാല രണ്ട് ഐറ്റം മസാലേ. ആ അങ്ങനെ ആ തല വലുതായിട്ട് കഴിക്കില്ലല്ലോ. രണ്ടിനകത്ത് മസാല നിറച്ച കൈ നീറും പെട്ടെന്ന് അങ്ങ് ചെയ്ത്. അതിന്റെ കൈ അടിയിൽ വെക്കണ്ടേ? ആ അടിയിലുണ്ട്. ഇതങ്ങ് പുറത്ത് വെച്ചാൽ ആ വാല അത് വിചാരിച്ചില്ലേ. അതെ ഇത് 10 കിലോ ഉണ്ടല്ലേ. 10 കിലോ സൈസ്. 10 കിലോ ഉള്ള മീനാണ്. അപ്പൊ രണ്ടാമത്തെ കില്ല്. പക്ഷെ അങ്ങനെ പറയാതെ കഴിക്കാനുള്ള മീനിന് മോശം. ഓക്കെ അപ്പൊ ഇത് നീ ഇത് സൈഡെല്ലാം കെട്ടണം. ഓ സൈഡെല്ലാം കെട്ടണം, കെട്ടിയെടുക്കാം. ഏത് അവയില്ലെന്ന് കേട്ടോ, ഷാനുമില്ല. സെറ്റായി മതിയാ. ഇവിടെ ഇവിടെ കെട്ടണ്ടേ. വലിയ ഗ്രില്ല് സെറ്റ് ചെയ്തു. ഒന്ന് തീർത്താ മതി. ഇങ്ങനെ ആക്കിയത് കൊണ്ട് രണ്ടായിട്ട് ഏത് വെച്ചത് കൊണ്ട് എന്തായാലും വേണം. പ്രിയമുള്ളവരെ മീൻ കൊണ്ടുവരൂ. അതാ അങ്ങനെ നമ്മുടെ ഗ്രില്ല് ഇതാ വരികയാണ്. യെസ്. കറക്റ്റ് ആയിരുന്നല്ലേ കാരണല്ലേ. ആ അടിയിൽ തീ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഓക്കെ എങ്ങനെ കറക്റ്റ്. ഏത് ഡാൻസ്? സൺഫ്ലവർ ഓയിൽ. ആ നമ്മളെന്നാ ലുലു മണി പോയപ്പോ ഞാനാണ് പറഞ്ഞിടേ ഒരു മീൻ നമുക്ക് വാങ്ങിച്ച് ഗ്രില്ല് ചെയ്യാം. അപ്പൊ അവര് പറഞ്ഞു വലിയ മീൻ വാങ്ങിക്കാം. ഓക്കെ എടുത്തോ. ഞാൻ അങ്ങനെയാണെന്ന് ഇവര് രാവിലെ പോയി വാങ്ങിയിട്ട് വന്നത്.
അങ്ങനെ മീനെടുത്ത് മാറ്റിയിട്ടുണ്ട്. എല്ലായിടത്തും എൻ്റെ സൗണ്ട്. എല്ലായിടത്തും കണ്ടാ തിന്നണോന്ന് പറഞ്ഞപ്പോ കൈയൊക്കെ അനങ്ങും. അങ്ങനെ മറിച്ചോ? ഗോവിന്ദ അതാ അങ്ങ് ആകാശത്തോട്ട് പോകുന്നു. കരിഞ്ഞു കരിഞ്ഞു പോഞ്ഞു. അങ്ങനെ മീൻ ഫ്രൈ ആയിട്ടുണ്ട്. ഗോപിക നീ പറഞ്ഞില്ലേ? ഇതായാലും പുറം മാത്രമല്ല അങ്ങനെ ഇനി ആകും കൂടെ സെറ്റ് ആവാണ്ട്. അവക്കിനി അവിടെ ഇരുന്നിട്ട് കൊതി സഹിക്കൂല. പെരുമ്പോണ് ഒരു ചുട്ട മീനിന്റെ മണം ഇതല്ല. ഫൈനലി നമ്മുടെ മീൻ സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് മീൻ എങ്ങനെയുണ്ടെന്ന് കാണാം. ഇതാണ് നമ്മുടെ ഗ്രില്ല് ചെയ്തെടുത്ത മീൻ. അപ്പോൾ നമുക്ക് നേരെ ഇനി അവിടെ കൊണ്ട് സെറ്റ് ചെയ്യാം. ഇതിനുള്ള കോംബോ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം, സെറ്റ് ചെയ്തെടുക്കാം. അങ്ങനെതാ നമ്മുടെ മീനെ ഗ്രില്ല് കഴിഞ്ഞ് എത്തുന്നുണ്ട്. വരില്ലേ ശാലം? വളച്ചോ, സൈഡ് വളച്ചോ. അവസാനം ഗ്രില്ല് താഴ്ത്തി വെച്ചോ. എങ്കിലേ എങ്കിൽ മറച്ചു വെച്ചിട്ടേ മറിച്ച് കമത്തി നോക്കുക. എങ്കിൽ മറിഞ്ഞ് വിടൂലല്ലോ. സപ്പോർട്ട് പിടിച്ചാ പോരെ. എന്നിട്ട് നമുക്ക് കമത്ത് കമത്ത് പൊക്കിയിട്ട് കമത്ത്. ഇങ്ങോട്ട് കമത്ത്, ഇങ്ങോട്ട് കമത്ത്. ഈ കൈ അപ്പുറത്ത് പിടിയടി. ഈ അപ്പുറത്ത്. അങ്ങനെ പിടി. അതേപോലെ നീ പിടി ഗോപിയെ. ഗോപിയെ കൈ മാറ്റി പിടി. അല്ല തിരിച്ച് 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 ഇങ്ങോട്ട് വരുമ്പോ അതേ കറക്റ്റ് കറക്റ്റ്. ഇങ്ങോട്ട് ഇങ്ങോട്ട് ആക്കി എല്ലാവരും അടുത്തോട്ട് മറിച്ചോ മറിച്ചോ. പതുക്കെ വെച്ചത് പതുക്കെ മറിച്ചത് കുഴപ്പമില്ല, ഒന്നും ചെയ്യില്ല. മറിച്ചോ മറിച്ചോ, ഇങ്ങോട്ട് മറിച്ചോ, ധൈര്യമായിട്ട് മറിച്ചോ നിങ്ങള്. എല്ലാം തീരുമോ? എങ്കിൽ തട്ടിയാ പോരെ, പകുതി തട്ടിയാ പോരെ. പകുതി തട്ടി വിട്. ഇരിക്കട്ടെ, ഒരു വഴിക്ക് പോണല്ലേ. തുടങ്ങി ഇളക്കി എടുത്തോളൂ. വലിയ കണ്ടു ചൂടാണ്. പിടിക്കാൻ അടിക്കണ്ടാ. വലിയ മീനല്ലേ, എന്നോട് മുളക് എരിയിലിരിക്കും കേട്ടോ. കുരുമുളക് ഇട്ട് പച്ച കുരുമുളക് ഇട്ട് മുളക് പൊടി ഇട്ട് മനുഷ്യന് കുറച്ച് മീൻ കൂടുതലുണ്ട്. അപ്പൊ മനുഷ്യൻ പിന്നെ ആരും കഴിക്കും.